യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം അവധിക്കാലത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജേർണലിങ്ങിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അതിനായിട്ട് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സും ബാക്കിയുള്ള അപ്ലൈൻസസും തോട്ട്സും എല്ലാം ഞാൻ ഇവിടെ ഹോം മെയ്ഡായിട്ടും പിന്നെ വാങ്ങിച്ചിട്ടും വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? വായോ. അതിനു മുമ്പ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കട്ടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏത് ഡാൻസ് ആണോ അതോ ആർട്ടാണോ അതോ ക്രാഫ്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അന്നേരം വായോ, നമുക്ക് പോവാം. അന്നേരം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വായോ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതെല്ലാം ഒരു കളക്ഷനായിട്ടൊരു ബോക്സിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ പലയിടത്ത് പോകണ്ടല്ലോ. നമ്മൾ തുറന്ന് വരുമ്പോൾ തന്നെ കുറേ പേപ്പർ വെച്ചാണ് ഞാൻ കുറേ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഒന്നും വെച്ചില്ല, പേപ്പേഴ്സാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും. ഇതിൻ്റെ അകത്ത് തോട്ട്സൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങളുടെ പഴയ ടെക്സ്റ്റൊക്കെ വേണമെങ്കിൽ എടുത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ കുറേ കവിതകളൊക്കെ ഉണ്ടല്ലോ, മലയാളം അല്ല ഇംഗ്ലീഷ്, അതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ തോട്ട്സായിട്ട് കിട്ടും. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ ഹാർട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതും ഹാർട്ട്സാണ്. ഇത് പിങ്ക്, യെല്ലോ പിന്നെ ഗ്ലിറ്റർ ബ്ലൂ കളേഴ്സിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് സ്മോളാണ്. ഇത് ഒരു 10 എണ്ണത്തിൽ കൂടുതൽ കാണും. ഇതിൻ്റെ എല്ലാം മെയിൻ വീഡിയോ ഞാൻ ഇനി ഇടുന്നതാണ്. വെക്കേഷൻ ടൈമിലായിരിക്കും ഞാൻ ഇടുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു വാൾപേപ്പറാണ്. വാൾപേപ്പർ മീൻസ് ബാക്ക്ഗ്രൗണ്ട് പേപ്പർ. അത് 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് തോട്ട്സ് വെച്ചുള്ളതും ഒന്ന് അല്ലാതെ പെയിൻറ്റിങ്സ് ആയിട്ടുള്ളതും. ഇത് കുറച്ച് ഫോൾഡഡ് പേപ്പറാണ്. ഇത് ഞാൻ കോഫി പൗഡർ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് തോട്ട്സ് എഴുതാനുള്ള സ്പേസ് ഉള്ള കുറച്ച് പേപ്പേഴ്സ്. ഇത് കുറച്ച് ബേൺഡ് പേപ്പേഴ്സും ആണ്. ഇതെല്ലാം ഞാൻ ടെക്സ്റ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കുറച്ച് പേപ്പേഴ്സാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലാതെ വാങ്ങിക്കാനും കിട്ടും. ഇത് കുറച്ച് വഷി ടേപ്സാണ്. ഇത് 2 ടൈപ്പിലുള്ളതാണ്. ഇത് നമ്മൾ പശ വെച്ച് ഒട്ടിക്കണം. ഇത് ഒരു ഫാർമറിൻ്റെയും ഒരു ഗ്രാൻഡ് മേയുടെ ഒരു പിക്ചറാണ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തത് തന്നെയാണ്. ഇതും കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ബേൺഡ് ചെയ്യാത്ത മാറ്റി വെച്ച കുറച്ച് തോട്ട്സാണ്. ഇതും ഒരു 5-6 എണ്ണം ഉണ്ട്. ഇത് കോഫി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയതുകൊണ്ട്. ഇത് ബേൺഡ് പേപ്പറുണ്ട്. പിന്നെ ഉള്ളത് ഒരു ട്രീ, പിന്നെ ഒരു വാന്, പിന്നെ ഒരു സോപ്പിൻ്റെ പിക്ചറാണ്. ഇത് 3 ജേർണലിങ്ങിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനുള്ള പേപ്പറും ഉണ്ട്. ഇത്രയാണ് ഞാൻ ജേർണലിങ്ങിന് വേണ്ടിയുള്ള ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ. ഇനിയും ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ് കുറേ ഉണ്ടാക്കിയിട്ടുള്ള അടുത്തത് വരുന്നത്. എന്നിട്ട് ഇത്രയും ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയതും വാങ്ങിച്ചതും കൂടെയാണ്. ഇതെല്ലാം എൻ്റെ കളക്ഷൻസാണ്. ഇതിലും കൂടുതൽ കളക്ഷൻസ് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കും. ഇത് ഫസ്റ്റ് തന്നെ എനിക്കൊരു ലവിൻ്റെ, ഇത് ഞാൻ ട്രിവാൻഡ്രം പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കളക്ഷൻസ് എല്ലാം ഞാൻ യൂസ് ചെയ്ത് കുറച്ചായതാണ്. പിന്നെ ഇത് 31 എണ്ണം ഉണ്ടായിരുന്നു. ഇത് ജേർണലിംഗ് കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ഹലോ കിറ്റിയുടെയും പിന്നെ എൽസയുടെയും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അതും കുറച്ച് അധികമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ആ പശ പോയത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുവാണ്. അത് നമ്മൾ വേണ്ട ടൈമിൽ നമുക്ക് ഇളക്കി നമുക്ക് ജേർണലിങ്ങിനായാലും ക്രാഫ്റ്റിനായാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു 20 എണ്ണത്തിൽ കൂടുതലാണ് കാണും. ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല. സ്റ്റിക്കേഴ്സ് അത് കുറച്ചധികം ഉണ്ട്. അടുത്തത് വരുന്ന സ്ട്രിപ്പ് സ്റ്റിക്കറാണ്. ഇത് ഞാൻ തന്നെ ഇട്ട കുറച്ച് പേരായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഇത് ഒരു 10 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ മെയിൻ സാധനം. ഇത് ഞാൻ 1 മണിക്കൂറിൽ കൂടുതൽ. ഇത് പേപ്പറാണ്. പേപ്പറും ഗമ്മും മാത്രം മതി. ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വെറുതെ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇത് ആൽഫബറ്റ് നമ്പേഴ്സൊക്കെ ഉണ്ട്. അടുത്തത് വരുന്നത് ഞാൻ കുറച്ച് വലിയ കുറച്ച് ബോർഡ് പോലെ കുറച്ച് തോട്ട്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റിക്കേഴ്സാണ്. അതിൻ്റെ ബാക്കിലും ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട്. മം ഐ ലവ് യു, ഡാഡ് ഐ ലവ് യു, അങ്ങനെ കുറച്ച് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഐ ലവ് മൈ എയിം, ഡോക്ടർ, അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഹൈപ്പർ പോയപ്പം വാങ്ങിച്ചതാണ്. ഇതിന് 29 റുപ്പീസ് ഉള്ളായിരുന്നു. ഇത് ഓഫർ
ടൈമിൽ ഞാൻ വാങ്ങിച്ചത്. ഒന്ന് ഹാർട്ടിൻ്റെ ഒന്ന് ഇമോജിയുടെ സ്റ്റിക്കേഴ്സാണ്. അടുത്തതെന്ന് പറയുന്നത് കളർ പേപ്പേഴ്സാണ്. ഇതും 15 ഷീറ്റ്സ് ഉണ്ട്. ഇതിന് 29 റുപ്പീസായിരുന്നു. ഇത് ഓഫർ ടൈം ആയതുകൊണ്ട് തന്നെ ഇതിന് വിലക്കുറവാണ്. അന്നേരം എൻ്റെ ഈ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.